നിർണയത്തിൽ പ്രാദേശിക എതിർപ്പ് പരിഗണിക്കാതെ CPM സംസ്ഥാന നേതൃത്വം. സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ PK ശ്യാമള തളിപ്പറമ്പിൽ. മട്ടന്നൂരിൽ നിന്ന് മാറ്റിയ KK ശൈലജയ്ക്ക് പേരാവൂരിൽ തന്നെയാണ് സീറ്റ്. MM മണിക്ക് സീറ്റില്ല. ഉടുമ്പൻചോലയിൽ KK ജയചന്ദ്രനെ പരിഗണിക്കും. പേരാമ്പ്ര സീറ്റ് CPM വിട്ടു നൽകില്ല. TP രാമകൃഷ്ണൻ തന്നെ ജനവിധി തേടും. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുകയാണ്. സ്റ്റെഫിൻ, ഈ ഉയർന്നു വന്നിട്ടുള്ള പേരുകൾ അതിൽ പലതും PK ശ്യാമളയുടെ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പല കോണുകളിൽ നിന്നായി പാർട്ടിക്ക് വേണ്ടി പോരടിക്കുന്ന സൈബർ പോരാളികൾ ഉൾപ്പെടെ ഈ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ രംഗത്ത് വന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒപ്പം തന്നെ KK ശൈലജയെ മട്ടന്നൂർ എന്നുള്ള ചരിത്ര ഭൂരിപക്ഷം നേടിയിട്ടുള്ള മണ്ഡലത്തിൽ നിന്നും പേരാവൂരിലേക്ക് മാറ്റുമ്പോൾ ശൈലജയെ എന്തിനാണ് അങ്ങനെ ഒരു പോരാട്ടത്തിന് ഇട്ടുകൊടുക്കുന്നത് എന്നുള്ള ചോദ്യവും ഉയരുകയും ചെയ്യുന്നുണ്ട്. നീരസമുണ്ടെങ്കിലും ആര് മത്സരിച്ചാലും ജയിക്കുമെന്നൊക്കെ KK ശൈലജ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു. ഇതിൽ നിന്ന് മാറ്റമില്ല. ഇത് തന്നെയായിരിക്കുമോ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾ? പക്ഷേ ഏതായാലും ഇനി കുറച്ച് മണ്ഡലങ്ങളുടെ പട്ടിക കൂടി വരാനുണ്ട്. പ്രത്യേകിച്ചും വലിയ വിവാദമായ കഴിഞ്ഞ ദിവസമെല്ലാം വലിയ എറണാകുളത്ത് ജില്ലാ സെക്രട്ടേറിയറ്റിലെല്ലാം ചർച്ചയായ തൃപ്പൂണിത്തറ, വൈപ്പിൻ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ കുറച്ച് വിവരങ്ങൾ പുറത്തു വരണം. എന്നാലും ഇന്ന് വലിയ തരത്തിൽ പ്രതിസന്ധി CPM-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയ തളിപ്പറമ്പിൽ PK ശ്യാമള തന്നെ മത്സരരംഗത്തുണ്ടാകുമെന്നുള്ളതാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി എടുത്തിരിക്കുന്ന തീരുമാനം. പ്രാദേശികമായിട്ടുള്ള എതിർപ്പുകളെ വകവയ്ക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം എത്തുന്നു. അതുകൊണ്ട് തന്നെ പേരാവൂരിൽ KK ശൈലജ തന്നെ മത്സരിക്കും. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന എതിർപ്പുകളൊന്നും തന്നെ മുഖവിലേക്ക് എടുക്കേണ്ടതില്ല. ഒരു ശക്തമായ മത്സരം, പ്രത്യേകിച്ചും KPCC അധ്യക്ഷൻ ആയിരിക്കും അവിടെ മത്സരരംഗത്തുണ്ടാകുക. അതുകൊണ്ട് തന്നെ ശക്തമായൊരു മത്സരം അവിടെ കാഴ്ചവെക്കാൻ KK ശൈലജ തന്നെ ഇറങ്ങണമെന്നൊരു വിലയിരുത്തൽ ഇന്ന് CPM-ന്റെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. നാളെ ഇനി സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം വിശദമായി ചർച്ച ചെയ്യും. അതിനുശേഷം അത് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാലായിരിക്കും ഈ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഔദ്യോഗികമായ കാര്യങ്ങളിലേക്ക് CPM ഏതായാലും കടക്കുക. നിലവിൽ ജില്ലാ കമ്മിറ്റികളിൽ നിന്നും വന്നിരിക്കുന്ന പേരുകൾക്ക് തന്നെ അംഗീകാരം നൽകിക്കൊണ്ടാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും തിരുവനന്തപുരം, കൊല്ലം ഉൾപ്പെടെയുള്ള ജില്ലകളിലൊന്നും തന്നെ മറ്റൊരു തരത്തിലുള്ള മാറ്റങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. നേരത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ തന്നെ വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ 2 ടേം വ്യവസ്ഥ അത് കർശനമായി തന്നെ പാലിക്കും. ഏതെങ്കിലും തരത്തിൽ വിജയത്തെ ബാധിക്കുന്ന തരത്തിൽ ഒരു സ്ഥാനാർത്ഥി മാറിക്കഴിഞ്ഞാൽ, അത് പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ അവിടെ നിലവിലുള്ള സിറ്റിംഗ് MLA-മാർ തന്നെ മത്സരിക്കുമെന്നുള്ള കാര്യമായിരുന്നു നേരത്തെ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. അത് പ്രകാരമുള്ള തീരുമാനങ്ങളാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ LDF കൺവീനർ, അദ്ദേഹത്തിന് ഒരു അവസരവും കൂടി നൽകുകയാണ്. എന്നാൽ ഉടുമ്പൻചോലയിൽ അതല്ല സ്ഥിതി. അവിടുത്തെ മുൻ MLA കൂടിയായിരുന്ന KK ജയേന്ദ്രൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ്. അദ്ദേഹമായിരിക്കും മത്സരരംഗത്തുണ്ടാകുക. MM മണിയുടെയും അതോടൊപ്പം തന്നെ ഇടുക്കിയിലെ പ്രാദേശികമായ എതിർപ്പുകളും പാർട്ടി സംസ്ഥാന നേതൃത്വം അവഗണിക്കുകയാണ്. അവിടെ KK ജയേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കുന്നു. ഒപ്പം തന്നെ കണ്ണൂരിലെ 2 സീറ്റുകൾ, ഒന്ന് KK ശൈലജയുടെയും അതോടൊപ്പം തന്നെ തളിപ്പറമ്പിലെയും. സമീപകാലത്തൊന്നും ഇല്ലാത്ത തരത്തിലുള്ളൊരു വലിയ എതിർപ്പാണ് ഈ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത്. അതെല്ലാം തന്നെ പാർട്ടി നേതൃത്വം അവഗണിക്കുകയാണ്. ഈ സ്ഥാനാർത്ഥിത്വം, അതായത് ഇപ്പോൾ അണികൾ തന്നെയാണ് ഇതിൽ KK ശൈലജയുടെ ഉൾപ്പെടെ സ്ഥാനാർത്ഥിത്വം അത് പേരാവൂരിലേക്ക് വരുമ്പോൾ അതിൽ വിമർശനവുമായി രംഗത്തെത്തുന്നു. അപ്പോൾ അതിനെ എങ്ങനെ അനുനയിപ്പിച്ച് മുന്നോട്ട് പോകാനാകുമെന്നുള്ളതാണ് CPM കരുതുന്നത്. പക്ഷേ ഏതായാലും ഇന്ന് ചേർന്നിരിക്കുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇതെല്ലാം പ്രാദേശികമായിട്ടുള്ള എതിർപ്പാണ്. വിജയസാധ്യത മാത്രമാണ് CPM മുന്നിൽ കാണുന്നത്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു മണ്ഡലം മാറ്റി പരീക്ഷിക്കാൻ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നുള്ളൊരു വിലയിരുത്തലാണ് ഉണ്ടായത്. പേരാവൂരിൽ KK ശൈലജ മുൻപ് ഒരു തവണ MLA ആയിരുന്നു. പിന്നീട് ആ മണ്ഡലത്തിന്റെ രൂപീകരണം, അതിന്റെ ആ ഒരു പൊതുനിലയൊക്കെ മാറിയെങ്കിൽ പോലും അവിടെ ഒരു വിജയ സാധ്യത ഉണ്ട് എന്നൊരു കണക്കൂട്ടൽ തന്നെയാണ് KK ശൈലജ തന്നെ ഈ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ നീരസം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഈ പ്രാദേശിക വികാരം മാത്രമാണെന്ന് പറഞ്ഞ് തള്ളാനാവുന്നൊന്നല്ലല്ലോ. ഇത് ഗ്രൗണ്ട് റിയാലിറ്റി ആണെന്ന് ഗ്രൗണ്ടിലുള്ള ആളുകൾ തന്നെ പറയുമ്പോൾ അതിനെ കണക്കിലെടുക്കാതെ CPM മുന്നോട്ട് പോവുകയാണോ? തീർച്ചയായിട്ടും ഇപ്പോൾ വന്നിരിക്കുന്ന തീരുമാനം അത് പ്രകാരമാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ തുടർ ചർച്ചകൾ നടക്കേണ്ടത് നാളെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ്. സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഒരു പക്ഷേ നേരത്തെ അക്ഷയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ മണ്ഡലങ്ങളുടെയും വിശദമായ കാര്യങ്ങൾ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. വിമർശനങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് ഏതായാലും സെക്രട്ടേറിയറ്റ് യോഗം അന്തിമമായി എടുത്തിരിക്കുന്ന തീരുമാനം ഇതുപ്രകാരമാണ്. മറ്റ് ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് നൽകിയിരിക്കുന്ന പേരുകളിലൊന്നും തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. ഇനി ഏതായാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടത് എറണാകുളം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ തവന്നൂരിലും KT ജലീൽ തന്നെ മത്സരരംഗത്ത് ഉണ്ടാകണമെന്നുള്ള താല്പര്യമാണ് CPM-ന്റെ സംസ്ഥാന നേതൃത്വമെല്ലാം തന്നെ പങ്കുവയ്ക്കുന്നത്.
അതുപ്രകാരമുള്ള തീരുമാനമാണ് ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ആറന്മുളയിൽ മന്ത്രി വീണ ജോർജ് മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെ പല അഭ്യൂഹങ്ങളൊക്കെ ഉയർന്നിരുന്നു. അവിടെയും വീണ ജോർജ് തന്നെ ഒരു വട്ടം കൂടെ മത്സരരംഗത്ത് ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഏതായാലും നിലവിൽ മുന്നിൽ കാണുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിക്കുള്ളിൽ നടക്കേണ്ട ചർച്ചകളുണ്ട്, വിമർശനപരമായിട്ടുള്ള വിലയിരുത്തലുകളുണ്ട്. അതെല്ലാം തന്നെ നാളെ നടക്കുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ നേതാക്കൾ അറിയിക്കാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ മുന്നിൽ ഏതായാലും കാണുന്നത്. ഇന്ന് നിർണായകമായ യോഗമാണ് ഇടതുമുന്നണിയും അതോടൊപ്പം തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞതും ഇനി നടക്കാൻ പോകുന്നതുമല്ല. 3 മണിക്ക് LDF യോഗം ചേരുന്നുണ്ട്. ആ LDF യോഗത്തിൽ മറ്റു ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഇനി നടക്കുക. ഏതായാലും നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് CPM-ന്റെ ഒരു നിലപാട് കഴിഞ്ഞ തവണ മത്സരിച്ച അതേ സീറ്റുകളിൽ തന്നെ അല്ലെങ്കിൽ അതേ നമ്പറുകളിൽ തന്നെ മറ്റ് ഘടകകക്ഷികൾക്ക് നൽകിയാൽ മതി എന്നുള്ളതാണ്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു നിരന്തരമായ ആവശ്യം അവർക്ക് പേരാമ്പ്ര സീറ്റ് വേണം. അത് CPM-ന്റെ സിറ്റിംഗ് സീറ്റാണ്. ആ സീറ്റ് വേണമെന്നൊരു ആവശ്യം അവർ ഉന്നയിച്ചിരുന്നെങ്കിൽ പോലും അതിനോട് മുഖം തിരിക്കുകയാണ് CPM. മറ്റ് ഘടകകക്ഷികൾക്കെല്ലാം നൽകിയതുപോലെ ഉള്ളൊരു പരിഗണന മാത്രമേ ഇപ്രാവശ്യം ഏതായാലും കേരള കോൺഗ്രസ് എമ്മിന് നൽകുന്നുള്ളൂ. ഈ വിഷയങ്ങളുടെ എല്ലാം ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അത് വായിക്കേണ്ടത്. ഒപ്പം ഇനി ഏതെങ്കിലും തരത്തിൽ സീറ്റുകൾ വെച്ചു മാറുമോ, CPI-യുമായി ഏതെങ്കിലും സീറ്റുകൾ വെച്ചു മാറുമോ എന്നുള്ളൊരു തീരുമാനമാണ് ഇനി ബാക്കിയുള്ളത്. പ്രത്യേകിച്ചും VD സതീശൻ്റെ മണ്ഡലമായ പറവൂരിൽ അത് CPI-യുടെ സിറ്റിംഗ് സീറ്റാണ്. അതുകൊണ്ട് തന്നെ ആ സീറ്റ് CPM ഏറ്റെടുത്തുകൊണ്ടൊരു വലിയ വാശിയേറിയ മത്സരം അവിടെ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഏതെങ്കിലും സീറ്റുകൾ വെച്ചു മാറുമോ എന്നുള്ള തീരുമാനമെല്ലാം ഇന്ന് 3 മണി മുതൽ ചേരുന്ന ഇടതുമുന്നണി യോഗത്തിന് ശേഷം അറിയാം. ഈ ടേം വ്യവസ്ഥകളുടെ പരിമിതിക്ക് ഉള്ളിൽ വരാത്ത നിലവിലത്തെ MLA-മാരും മന്ത്രിമാരും ഒക്കെ വീണ്ടും മത്സരിക്കുമോ? അതെ, തീർച്ചയായിട്ടും. കാരണം ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരത്ത് 10 സിറ്റിംഗ് MLA 10 സീറ്റാണ് CPM-നുള്ളത്. ആ സിറ്റിംഗ് MLA-മാർ തന്നെ വീണ്ടും മത്സരരംഗത്ത് ഇറങ്ങാമെന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് മുന്നോട്ട് വെച്ചത്. അതിനുവേണ്ടി പാർട്ടി സംസ്ഥാന നേതൃത്വം എടുത്തൊരു നിലപാട് ജില്ലാ സെക്രട്ടറിമാർ പൊതുവെ മത്സരിക്കേണ്ടതില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ എന്നാൽ അത് ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടിയപ്പോൾ അവിടെ വർക്കലയിൽ V. ജോയി തന്നെ മത്സരിച്ചാൽ മാത്രമേ ആ മണ്ഡലം ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു വിലയിരുത്തലുണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം രാജ്യസഭാ അംഗം കൂടിയായിട്ടുള്ള A. റഹീമിന് ആ ചുമതല നൽകുന്നു. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ആ തിരിച്ചടി കൂടി പരിഗണിച്ചുകൊണ്ടാണ് പാർട്ടി അത്തരത്തിലുള്ള പല തീരുമാനങ്ങളിലേക്കും എത്തിയിരിക്കുന്നത്. കാരണം ജില്ലാ സെക്രട്ടറിമാർ അല്ലെങ്കിൽ അത്തരത്തിൽ ചുമതലപ്പെട്ട ആളുകളൊക്കെ തന്നെ മത്സരരംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെ എല്ലാം തന്നെ ബാധിക്കും. അവിടെ ഒന്നും തന്നെ വിജയ സാധ്യത മാത്രമാണ് CPM മുന്നിൽ കാണുന്നത്. അവിടെയെല്ലാം 2 ടേം വ്യവസ്ഥ അല്ലെങ്കിൽ അത് ഇനി ഇളവ് നൽകുന്നു. എന്നാൽ പ്രത്യേകമായിട്ടുള്ള ചില മണ്ഡലങ്ങളിൽ ഉടുമ്പൻചോല പോലെയുള്ള മണ്ഡലങ്ങളിൽ അതോടൊപ്പം തന്നെ മറ്റ് മണ്ഡലങ്ങളിലെല്ലാം തന്നെ ആ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. കാരണം അവിടെയെല്ലാം മറ്റാരെങ്കിലും സ്ഥാനാർത്ഥിയായി വന്നാൽ തന്നെ ആ മണ്ഡലം പിടിക്കാമെന്നുള്ളൊരു പൊതുവിലയിരുത്തലുണ്ട്. പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. LDF യോഗം 3 മണിക്ക് ചേരും. എന്തായാലും KK ശൈലജ പേരാവൂരിൽ തന്നെ മത്സരിക്കുമെന്നുള്ള വിവരം പുറത്തേക്ക് വരികയാണ്.